നിക്കരാഗ്വൻ ഏകാധിപത്യ ഭരണകൂടം അറസ്റ്റ് ചെയ്ത സിയൂന രൂപതയുടെ മെത്രാൻ ഇസിദോര മോറ ഒർട്ടേഗയെ പാർപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ഉടനടി വെളിപ്പെടുത്തണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഹൈക്കമ്മീഷണർ ഓഫീസ് ആവശ്യപ്പെട്ടു. 16 ദിവസമായി അദ്ദേഹത്തെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. വിവരങ്ങൾ മറച്ചുവെച്ച് മെത്രാനെ അഭിഭാഷകരിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നത് ജീവനും സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണി സൃഷ്ടിക്കുമെന്നും ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു. ഇതുകൂടാതെ ബിഷപ്പ് ഇസിദോര മോറയെ തടവിലാക്കിയതിനെയും വൈദികരെ അറസ്റ്റ് ചെയ്യുന്നതിനെയും അപലപിച്ചുകൊണ്ട് ഡിസംബർ 28 പുറത്തിറക്കിയ പ്രസ്താവന എക്സിൽ വീണ്ടും പോസ്റ്റ് ചെയ്തു. ഭരണകൂടം അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം മാത്രമല്ല ഹനിക്കുന്നത്, ഏതൊരു ജനാധിപത്യ രാജ്യത്തിന്റെയും നെടുന്തൂണായ മതസ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അവകാശം കൂടിയാണ് ഹനിക്കുന്നതെന്ന് സംഘടന അറസ്റ്റിനു പിന്നാലെ പറഞ്ഞിരുന്നു. അനുമതിയില്ലാതെ ശിശു സംരക്ഷണ കേന്ദ്രം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്ന് മലയാളി വൈദികനായ അനിൽ മാത്യുവിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ അദ്ദേഹത്തെ കോടതി 2 ആഴ്ചത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയച്ചു. CMI സഭാംഗമായ ഫാദർ അനിലിനെതിരെ മതപരിവർത്തനത്തിന് ശ്രമിച്ചുവെന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ഭോപ്പാലിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ താരാ സവാനിയിലാണ് വൈദികന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ഇവിടെയുണ്ടായിരുന്ന 68 അന്തേവാസികളിൽ 26 പേർ വീടുകളിലേക്ക് മടങ്ങിയിരുന്നു. ഇതിനിടെ കുട്ടികളെ കാണാതായെന്ന ആരോപണം ഉയരുകയായിരുന്നു. ആരോപണത്തെ തുടർന്ന് ജില്ലാ പ്രോഗ്രാം ഓഫീസർ പരിശോധന നടത്തുകയും ശിശു സംരക്ഷണ കേന്ദ്രത്തിന് അനുമതിയില്ലെന്ന റിപ്പോർട്ട് പോലീസിന് നൽകുകയുമായിരുന്നു. ഇതിന് പിന്നാലെ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സണും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗങ്ങളും കേന്ദ്രത്തിൽ പരിശോധന നടത്തുകയും ചെയ്തു. കേന്ദ്രത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് CMI പ്രൊവിൻഷ്യൽ ഫാദർ ജോൺ ഷിബു പള്ളിപ്പാട്ട് അറിയിച്ചു. ശിശു സംരക്ഷണ കേന്ദ്രമല്ല, മറിച്ച് പെൺകുട്ടികൾക്കായുള്ള ഹോസ്റ്റലാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. രക്ഷിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും രേഖാമൂലമുള്ള അനുമതിയോടെയാണ് കുട്ടികളെ ഹോസ്റ്റലിൽ പ്രവേശിപ്പിച്ചിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യങ്ങളും ജനതകളും തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കേണ്ടത് ആക്രമണങ്ങളിലൂടെയോ യുദ്ധങ്ങളിലൂടെ അല്ല എന്ന് ഓർമ്മപ്പെടുത്തി ഫ്രാൻസിസ് പാപ്പ. കഴിഞ്ഞ ദിനം രാവിലെ പരിശുദ്ധ പിതാവ് വത്തിക്കാനിലെ വിവിധ രാജ്യങ്ങളുടെ നയതന്ത്രജ്ഞരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇപ്രകാരം ഓർമ്മപ്പെടുത്തിയത്. 2 സുപ്രധാന ക്രൈസ്തവ തിരുനാളുകളായ തിരുപ്പിറവിയിലും ഉയർപ്പ് തിരുനാളിലും പ്രതിധ്വനിക്കുന്ന ഒരേയൊരു പദം സമാധാനമാണെന്നും അത് അടിസ്ഥാനപരമായി ദൈവത്തിന്റെ ദാനവും അതിലടയിരുന്ന് വിരിയിച്ചെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് ഫ്രാൻസിസ് പാപ്പ അവരെ ഓർമ്മിപ്പിച്ചു. അതിനാൽ ലളിതവും വളരെയധികം ഉത്തരവാദിത്വം ആവശ്യപ്പെടുകയും ചെയ്യുന്ന അക്കാര്യത്തിനായി അന്തർദേശീയ സമൂഹത്തിൽ പരിശുദ്ധ സിംഹാസനത്തിന് ഒരു പ്രവാചക ദൗത്യം ഉണ്ടെന്നും പാപ്പ പറഞ്ഞു. സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയം സ്ഥിതി ചെയ്യുന്ന കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ പ്രവർത്തിച്ചുവരുന്ന ലിറ്റർജിക്കൽ റിസർച്ച് സെന്ററിനായി പണികഴിപ്പിച്ച പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു. സീറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കലും LRC ചെയർമാൻ മാർ ടോണി നീലങ്കാവിലും മാർ ജോസ് പെരുന്നേടവും കൂരിയായിലെ വൈദികരും സിസ്റ്റേഴ്സും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ക്രൈസ്തവ വിശ്വാസമില്ലാത്ത പാശ്ചാത്യ ലോകം നശിക്കുമെന്ന പ്രസ്താവനയോട് യോജിക്കുന്നതായി ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനും SpaceX CEOയുമായ എലോൺ മസ്ക്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ 1.1 ദശലക്ഷം ഫോളോവേഴ്സുള്ള സുബി എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് റാപ്പർ ഇൻസുബെ ഒലിസെബുക്ക ഉഡസു പങ്കുവച്ച കുറിപ്പിനോടെയാണ് എലോൺ മസ്ക് യോജിക്കുന്നതായി കുറിച്ചത്. മസ്കിന്റെ കമന്റിൽ ആമേൻ എന്ന് ഉഡസു മറുപടി നൽകിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.